ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തിയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന ഓട്സിനേക്കാളും 8 തൊട്ട് 10 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കുന്ന ഓട്സിനാണ് കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത്. ഓട്സ് സ്മൂത്തീസ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി കുക്ക് ഓട്സിനേക്കാൾ നല്ലത് ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ് ആണ്. ഇത് ഞാനൊരു 1/4 കപ്പാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ വരും. നമ്മൾ ഓട്സ് സോക്ക് ചെയ്യാനിടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓട്സ്, ഡ്രൈ നട്ട്സ്, സീഡ്സ് ഇതിലൊക്കെ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് ആൻറ്റി ന്യൂട്രിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെയുള്ള ആൻറ്റി ന്യൂട്രിയൻസ് കോമ്പൗണ്ട് ഫുഡിലുണ്ടെങ്കിൽ അത് ബോഡിയുടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കുറയ്ക്കും. അതുകൊണ്ട് ഈ ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഫുഡിൽ നിന്ന് കളയണമെങ്കിൽ ഓട്സിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗറോ ഒഴിച്ച് ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ നമുക്കത് ഓവർനൈറ്റ് കുതിരാൻ വെക്കണം. ഞാൻ ഈ ഓട്സിൻ്റെ കൂടെ 5 കാഷ്യൂവും 5 ആൽമണ്ടും കൂടി കുതിർക്കാനിടുവാണ്. ഇതിലും ഫൈറ്റിക് ആസിഡ് കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്സിൻ്റെ കൂടെ തന്നെ ഇത് ഇടുന്നത്. ഓട്സ് ആയതുകൊണ്ട് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണിത് വെക്കുന്നത്. ഇത് ഞാൻ 10 മണിക്കൂർ ഫ്രിഡ്ജിൽ കുതിർത്തതാണ്. ഇനി നമുക്കിതിലെ വെള്ളം കളഞ്ഞെടുക്കാം. ഈ 10 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്ന ടൈം സ്ലോ കുക്കിംഗ് ടൈമായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ന്യൂട്രീഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇത് ഒരു കാരണവശാലും 15 മിനിറ്റോ 2 മണിക്കൂറോ ഒക്കെ കുതിർത്തിട്ട് കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ ഇതിൽ കുതിർത്ത ആൽമണ്ടിൻ്റെ തൊലിയും കളഞ്ഞെടുക്കാം. നമ്മൾ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ആൽമണ്ടും ഒക്കെ ചേർക്കുന്നുമുണ്ട്. 1/4 കപ്പിൽ കൂടുതൽ ഓട്സ് ചേർക്കരുത്. അതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കാലറി കൂടും. നമ്മൾ ഈ കുതിർത്ത വെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത് ഫൈറ്റിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള വെള്ളമാണ്. നമുക്കിനി കുതിർത്ത ഓട്സും നട്ട്സും ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നുറുക്കിയ 1/4 കപ്പ് മാങ്ങയും ഒരു ചെറിയ പഴവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. രണ്ടും ഈക്വലായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പഴമില്ലെങ്കിൽ ഈ 1/4 കപ്പ് മാങ്ങയ്ക്ക് പകരം 1/2 കപ്പ് മാങ്ങ വേണമെങ്കിൽ ചേർക്കാം. ഫ്രോസൺ മാങ്ങയാണെങ്കിൽ അതായാലും മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുവാണ്. തേങ്ങാപ്പാലോ കോക്കനട്ട് വാട്ടറോ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൽമണ്ട് മിൽക്കോ ഓട്ട് മിൽക്കോ യൂസ് ചെയ്യുന്നവർ അത് ഡെയിലി യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ആൽമണ്ടിൽ നിന്നും ഓട്ടിൽ നിന്നും അടിച്ചാണ് അതിൻ്റെ മിൽക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും. ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം. ദോശമാവൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറാണ് ഇത് അരച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. പഴുത്ത മാങ്ങയും പഴമൊക്കെ ആയതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മധുരമുണ്ട്. ഇതിൽ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ മധുരം വേണമെങ്കിൽ കുതിർത്ത ഈന്തപ്പഴം കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. നമുക്കിനി ഇത് അരിഞ്ഞു വെച്ച മാങ്ങയും റോസ്റ്റഡ് ആൽമണ്ടും കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഈ മാങ്ങയും റോസ്റ്റഡ് ആൽമണ്ടും ഒക്കെ ഇടുന്നത് നല്ലതാണ്. ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോൾ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ആൽമണ്ടും പയറും എല്ലാം കുതിർത്തിട്ട് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇത് നന്നായിട്ട് കുതിർത്ത് അതിലെ വെള്ളം കളഞ്ഞാൽ മാത്രമേ ഈ ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഇതിൽ നിന്ന് മാറുള്ളൂ. അല്ലെങ്കിൽ ഓട്സ് കുക്ക് ചെയ്തോ ടോസ്റ്റ് ചെയ്തോ ഒക്കെ കഴിക്കുവാണെങ്കിലും ഇതിലെ ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറയും. നമ്മുടെ ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഈ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ നല്ലതാണ്. ഇതിൽ ഹൈ ഫൈബർ ഉള്ളത് കൊണ്ട് ദഹിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഡിന്നറിനാണ് കഴിക്കുന്നതെങ്കിൽ കിടക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തികളുടെ റെസിപ്പി ഞാൻ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കണെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷീന.